ഒരു കാലത്ത് ഞാൻ കുറേ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? ആത്മാവേ പരിശുദ്ധാത്മാവ്, വിശുദ്ധി വിശുദ്ധി. പിന്നെ സിസ്റ്റർ അതൊന്ന് പാടിയേ. കുരിശിൽ നിന്നന്ന് ഞാനീ സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ. കണ്ടോ? ഇതെല്ലാം പീഡയാൽ പീഡയെന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി. ഈ ഗാനമെല്ലാം ഇപ്പോഴും വളരെ ആസ്വാദ്യകരമായി തോന്നുന്നുണ്ടോ? ഇതിൽ ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഹിന്ദി പാട്ടാണ്. അതൊന്ന് ഹിന്ദിയിലൊന്ന് പാടിയേ. कलवारी से सुनती हूँ मैं प्रभु यीशु की आवाज़, ये है तेरी माँ, ये है तेरी माँ, तब से मरियम मेरी माँ, അതുപോലെ यीशु की माँ मेरी माँ. ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനം നമ്മളിങ്ങനെ റിസർവ് ചെയ്ത് വെച്ചേക്കാണ് കുറച്ച് കഴിഞ്ഞിട്ട് പാടാനായിട്ട്. ഞങ്ങളുടെ മ്യൂസീഷ്യനും ഇച്ചിരി അസുഖമായിപ്പോയി, അതുകൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല, വേറെ ആൾ വരും. ആത്മാവേ പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനമാണ് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ വലിയ ഒരു ബോധ്യം. അതായത് പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ വസിക്കുന്നു എന്നതാണ്. അപ്പം അന്ന് പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, പരിശുദ്ധാത്മാവേ ഓടി വരണേ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പാടണത് ചിലപ്പോൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ തന്നെ വസിക്കുന്നു എന്ന ബോധ്യത്തിലൊരു പാട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ട് എഴുതിയത്. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ഇതിൻ്റെയും ഹിന്ദി വളരെ മനോഹരമാണ്. ഹിന്ദി ओ आत्मा पावनात्मा अंतर्यामी परमात्मा, ओ आत्मा पावनात्मा अंतर्यामी परमात्मा, तेरा निवास है मेरे हृदय में, बस जाओ मुझ में, बस जाओ मुझ में, बस जाओ मुझ में, ओ आत्मा पावनात्मा अंतर्यामी परमात्मा, जीवन जल का स्रोत मुझ में बहा दो, प्रज्वलित कर मेरे हृदय में तेरी प्रेम की अग्नि ज्वाला. വീണ്ടും जीवन जल का स्रोत मुझ में बहा दो, प्रज्वलित कर मेरे हृदय में तेरे प्रेम की अग्नि ज्वाला, ओ आत्मा पावनात्मा अंतर्यामी परमात्मा.
ഇതെന്തൊരു രസമാണില്ലേ. എന്നാൽ ഇതെല്ലാം എഴുതി കഴിഞ്ഞ് ഞാൻ വീണ്ടും എഴുതാനിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നീ എഴുതണ്ട. പക്ഷേ കർത്താവ് എപ്പോഴും നന്മയ്ക്കായിട്ടല്ലേ പറയുള്ളൂ. എന്താണാവോ ഇനി പറയാൻ പോണത്? എഴുതണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി പ്രയാസം തോന്നി, ശരിക്കും ഭയങ്കര പ്രയാസം തോന്നി. കാരണം എല്ലാവരും നമ്മളെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചിലവർ താഴ്ത്തിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തൊട്ട് പാട്ട്, ഇത് കുറേ വചനത്തിൻ്റെ വാക്കുകൾ എടുത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കണല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു അനുഭവമാണ് ഈ പാട്ടെല്ലാം. എന്നാൽ ഈശോ പറയുകയാണേ, ഇനി നീ എഴുതണ്ട. ഈശോയെ, ഞാൻ എഴുതണില്ല. എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഞാൻ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അതെന്താ നിങ്ങൾ പാടാത്തേ? ഞാൻ 150ഓളം ഗാനങ്ങൾ എഴുതി പാടിയിട്ടുണ്ട്, ഞാൻ തന്നെ പാടിയിട്ടുണ്ട്, എന്നെക്കുറിച്ച് തന്നെയാണത്. പക്ഷേ അതാരും പാടാത്ത എന്താ? ഞാൻ സാഷ്ടാംഗം വീണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, സങ്കീർത്തനങ്ങൾ നിങ്ങൾ പഠിക്കണം, അത് പഠിപ്പിക്കണം, അത് പാടണം, പ്ലീസ്. അങ്ങനെയാണ് ഏതാണ്ട് 10-15 വർഷത്തെ മുമ്പ് നടന്നതാണിത്. അന്നു മുതലാണ് ഈ സങ്കീർത്തനങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി അതിൻ്റെ ഒറ്റ വാക്ക് പോലും തെറ്റാതെ അതിന് ട്യൂൺ കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. ഇപ്പോൾ ഇതിനകത്തുള്ള ഗാനങ്ങൾ, ഈ കടലാസ് കാണുമ്പോൾ നമ്മൾക്ക് തോന്നി ഇത് സങ്കീർത്തനം അടിച്ചു വെച്ചേക്കാൽ ഇത് പാട്ടാട്ടിയാണോ ഇല്ലേ? പക്ഷേ ഇത് പാടാൻ തുടങ്ങുമ്പോഴെന്താ, ഇങ്ങനെയും പാടാമോ? അത്ഭുതമാണ് ഇതിൻ്റെ ഓരോ ട്യൂണുകൾ നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല കഴിയുന്നതും അതിൻ്റെ ട്യൂൺ, അതിൻ്റെ ആ മെലഡി അതിൻ്റെ ആശയവുമായിട്ട് പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അത് ആ ദൈവത്തിൻ്റെ അത്യുന്നതത്വം അതിൽ ഉദിക്കുന്നുണ്ടോ? ഇല്ലേ? അതാണ്. അതുപോലെ തന്നെ മറ്റൊരു സങ്കീർത്തനമാണ്, അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ആ വെള്ളച്ചാട്ടം പോലെ തോന്നാറുണ്ട്. പിന്നെ വേറൊരെണ്ണമാണ് 61-ാം സങ്കീർത്തനം. 61-ാം സങ്കീർത്തനത്തിൽ, അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം, ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം, ഞാനങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. 27-ാം സങ്കീർത്തനം, ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം
കാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം? എന്നാൽ ബാക്കി എല്ലാ കാര്യവും അങ്ങ് വിടൂ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവനവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഇതെല്ലാം വരാനിരിക്കുന്ന മണവാളനെ കുറിച്ചാണിതെല്ലാം. ഈ യേശു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം രാജ്യം ഭരിക്കും എന്നൊക്കെയല്ലേ പറയണേ. എങ്ങനെയാണ് അദ്ദേഹം ഈ രാജ്യം ഭരിക്കാൻ പോണേ? ഒരു കാര്യം മാത്രം അദ്ദേഹം ചെയ്യുള്ളൂ. എന്തു ചെയ്യും? എപ്പോഴും പിതാവിൻ്റെ ഹിതം ആരാഞ്ഞുകൊണ്ട് പിതാവുമായിട്ട് ഒന്നിച്ചിങ്ങനെ ഇരിക്കും. അപ്പം ഈ സങ്കീർത്തനങ്ങളിലെല്ലാം, എല്ലാ സങ്കീർത്തനങ്ങളിലും 150 സങ്കീർത്തനങ്ങളിലും ഈശോയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ കാണണം. എന്നാൽ ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നിരവധി പ്രതീകങ്ങളാണ്. പ്രതീകങ്ങൾ അത് വേറെ വലിയൊരു പഠന വിഷയമാണ്. ഈ പ്രതീകങ്ങൾ എന്തിനാണ്? ബൈബിൾ മുഴുവൻ്റെയും ഒരു രഹസ്യം പ്രതീകങ്ങളിലൂടെയാണ് അധികവും സംസാരിക്കുന്നത്. ഉപമകളിലൂടെയാണ്. പ്രതീകങ്ങളിലൂടെയും ഉപമകളിലൂടെയും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കാത്ത വലിയ കാര്യങ്ങളാണ് പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ സ്തോത്രം. എല്ലാവരും ശബ്ദമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഓക്കെ. യേശുവേ